വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റേറ്റ് സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വൈ ആർ വി യൂസിങ് അവർ ഫോൺ വിത്തൗട്ട് വി റിയലൈസിങ് ഇറ്റ്. നമ്മളെന്തുകൊണ്ട് നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മളെന്തുകൊണ്ടാണ് ഫോൺ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളെന്തുകൊണ്ട് ഫോൺ യൂസ് ചെയ്യുന്നു എന്നുള്ളതിന് വളരെ കുറച്ച് പേർക്ക് മാത്രമേ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ളൊരു ഉത്തരം ഉണ്ടാവുള്ളൂ. ബാക്കി ചോദിക്കുന്ന എല്ലാവർക്കും എന്ത് ഫോൺ പെടുത്തുക, ഞാൻ വെറുതെ വാട്സാപ്പ് നോക്കി, അല്ലെങ്കിൽ ഞാനൊരു റീല് നോക്കി, അല്ലെങ്കിൽ ഒരു കോണ്ടൻറ്റ് ഇത് നോക്കി, ഒരു പുതിയൊരു വീഡിയോ വരുമെന്ന് നോക്കി, അങ്ങനെ പുതിയ മെസ്സേജ് വരുമെന്ന് നോക്കി എന്നിങ്ങനെ പല പല വേഗ് ആൻസേഴ്സ് ആയിരിക്കും പലരും പറയുക. പക്ഷെ അതാണോ സത്യം? അതോ നമ്മൾ സമയം കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണോ എന്നുള്ളതാണോ സത്യം എന്നുള്ളത് പല ആൾക്കാർക്കും പല പെർസ്പെക്റ്റീവ് ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ വെറുതെ സമയങ്ങൾ നമുക്കൊരു പ്രോപ്പർ റെസ്പോൺസ് ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് ഫോൺ യൂസ് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. എന്തുകൊണ്ടായിരിക്കും നമ്മളെന്നെ റിയലൈസ് ചെയ്യാണ്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ക്യൂവിൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ബസ്സിലോ ഒരു ട്രെയിനിലോ നമ്മളൊരു ജേണി പോവാണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും നമുക്കവിടെ ചെയ്യാനില്ല. അപ്പോൾ ആ ഒരു സ്റ്റിൽനെസ്, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ തന്നെ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ആ ഒരു വെയിറ്റിംഗ് ടൈം എംപ്റ്റിനെസ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഫോൺ നമ്മൾ നോക്കും. നമ്മൾ സ്ക്രോൾ ചെയ്യും, എന്തെങ്കിലും ഒരു മെസ്സേജ് വരുന്നുണ്ടോ, എന്തെങ്കിലും മെസ്സേജ് ആർക്കെങ്കിലും ഒരു പുതിയ വീഡിയോ വരുന്നുണ്ടോ, എന്തെങ്കിലും ന്യൂസ് വരുന്നു, നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ഫോൺ അൺലോക്ക് ബട്ടണിലേക്ക് പോകും. നമ്മൾ പതുക്കെ സ്ക്രോളിങ് തുടങ്ങും. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പിന്നെയും നമ്മൾ ഫോൺ ക്ലോസ് ചെയ്യും, പിന്നെയും നമ്മൾ ഫോൺ എടുക്കും, പിന്നെയും നമ്മൾ ഒന്നും നോക്കാണ്ട് ചിലപ്പോൾ നമ്മൾ ഗാലറി അടുക്കി ചെന്ന് ചിലപ്പോൾ യൂട്യൂബായിട്ട് എടുക്കുന്ന, ചിലപ്പോൾ വാട്സാപ്പ് ആയിരിക്കും, ടെലഗ്രാം ആയിരിക്കും, അങ്ങനെ പല ആപ്സിൽ കൂടെ നമ്മളെ കണ്ടുപിടിക്കും. പക്ഷെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു നമ്മൾ പോലും അറിയാതെ അതെന്ത് ചെയ്യുക, നമ്മൾ തന്നെ നമ്മുടെ മനസ്സെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൈ ഫോണും എത്തിയിരിക്കും ഓട്ടോമാറ്റിക്കലി. ഇതൊന്നും നമ്മൾ കോൺഷ്യസ്ലി അറിയുന്നുണ്ടാവില്ല, പക്ഷെ നമ്മളത് ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊണ്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമുക്ക് പലപ്പോഴും വിചാരിക്കാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടെ ഒരു സെൽഫ് കോൺഷ്യസ് ആവാം ഇനി തൊട്ട്, ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ സെൽഫ് കോൺഷ്യസ് ആവാം എന്ന് നമ്മൾ വിചാരിക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം തൊട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എവിടെയാണെന്ന് വെച്ചാൽ, 1000 years മുമ്പേ തൊട്ട് നമ്മുടെ ആൻസിസ്റ്റേഴ്സിനുണ്ടായ ഒരു കഥയാണ്. അപ്പോൾ ആ ആൻസിസ്റ്റേഴ്സ് എന്ത് ചെയ്തു, അന്നത്തെ കാലത്ത് നമ്മുടെ ആൻസിസ്റ്റേഴ്സൊക്കെ ഒരു 1000 years മുമ്പ് ഒരു ഫോറസ്റ്റിലായിരിക്കും മിക്ക ആൾക്കാരും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അവരൊരു നേരത്തെ ഫുഡ് കഴിഞ്ഞു, അല്ലെങ്കിൽ അടുത്ത നേരത്തെ ഫുഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഫുഡ് എവിടെ വരുമെന്നോ, എപ്പോൾ വരുമെന്നോ, എങ്ങനെ വരുമെന്നോ ആർക്കൊരു നിശ്ചയമില്ല, ഒരു അറിവില്ല. അപ്പോൾ അവർ ഈ ഒരു ഇതിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും, ഫുഡിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും, വാട്ടറിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സെർച്ചിങ്ങിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും തുടരുന്നത്. ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, അതായത് എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം അല്ലെങ്കിൽ പുതിയൊരു സർപ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ കാലത്തെ ആൾക്കാർ എന്ത് ചെയ്തിരുന്നത്, സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കമ്മിങ് ടു അവർ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡിങ് ടു നമ്മുടെ ഈ ഒരു ലൈഫിൽ നമ്മളും അതേ സെർച്ചിങ്, ആ ഒരു സർപ്രൈസ് എലമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സെർച്ചിങ് തന്നെയാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത്. പക്ഷെ ആ സിനാരിയോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഒന്നും മാറി, അതിപ്പോൾ നമ്മൾ നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ആ സെർച്ചിങ് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ഫോണിലാണെന്ന് മാത്രമേ ആ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളിപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സർപ്രൈസിന് വേണ്ടി. പക്ഷേ ഇതിൻ്റെ ഒരു രസം എവിടെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിൻ ഒരിക്കലും ഒരു റിവാർഡിന് വേണ്ടി ശ്രമിക്കുന്നില്ല, ഒരു റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടല്ല നോക്കുന്നത്. പക്ഷെ അത് റിവാർഡ് കിട്ടുമോ എന്നുള്ള ആ ഒരു കാര്യമാണ് നോക്കുന്നത്. അതിന് പറയുകയാണെങ്കിൽ, മേ ബി ആരെങ്കിലും എൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ടോ, മേ ബി ആരെങ്കിലും ഒരു പുതിയ വീഡിയോ
അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, ഒരു പുതിയ റീല് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മേ ബി എൻ്റെ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റാറ്റസ് ലൈക്ക് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു കമൻറ്റ് അതിന് വന്നിട്ടുണ്ടോ എന്നുള്ള ഈ മേ ബി എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ബ്രെയിനും യൂസ് ചെയ്യുന്നത്. ആ ഒരു ഇത് വെച്ചിട്ടാണ് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. പക്ഷെ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല താൻ. അപ്പോൾ അതാണ് മെയിനായിട്ടും വൺ റീസൺ നമ്മളിങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്യുന്നത്. നമ്മൾ ഈ മേ ബി, അതായത് നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടുമോ എന്നുള്ള ആ ഒരു റീസണാണ് നമ്മൾ മെയിനായിട്ടും നോക്കുന്നത്. പിന്നെ വരുന്ന ഒരു മേജർ റീസൺ എന്താണ്, നമ്മുടെ നമുക്ക് ഈ ഇതുണ്ടല്ലോ നമ്മുടെ റിവാർഡ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. ഈ സെക്കൻഡ് വരാൻ പോകുന്ന റീസൺ നമ്മുടെ സ്റ്റിൽനെസ്. ആ ഒരു സ്റ്റിൽനെസ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തോട്ട്സുമായിട്ടുള്ള കിട്ടുന്ന ആ ഒരു സമയം, ആ ഒരു സാധനം മാനേജ് ചെയ്യാൻ പല ആൾക്കാർക്കും പറ്റില്ല. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് മെത്തേഡും കൂടിയാണ് നമ്മൾ ഈ ഫോണിലേക്ക്, അതായത് നമ്മളെപ്പോഴും എൻഗേജ് ആയിരിക്കാം. നമുക്കങ്ങനെ നമ്മുടെ തോട്ട്സിനെ ഡീൽ ചെയ്യാനോ നമുക്കതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഉള്ള ഇതില്ല. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടുമാണ്, അതാണ് സെക്കൻഡ് റീസൺ. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഫോണൊപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് എൻഗേജ്ഡ് ആയിരിക്കാം, നമുക്ക് നമ്മുടെ തോട്ട്സായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു റീസണ് കാരണമാണ് നമ്മൾ പിന്നെയും ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ റീസൺ നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോൺ പിന്നെ സ്ക്രോൾ ചെയ്തപ്പോൾ നമ്മളതിൽ എൻഗേജ്ഡ് ആയി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നത്. മനസ്സിലായി? പലപ്പോഴും നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഇതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ മനസ്സിലാകാൻ തന്നെ തോന്നുന്നത്, ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ആപ്സ് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അതാണോ യഥാർത്ഥ ഉത്തരം? ഒരു കാര്യം ഒരു ആപ്പ് ഇല്ലെങ്കിൽ അടുത്ത ആപ്പ്, ഇതിപ്പോൾ ഫോൺ വന്നില്ലെങ്കിൽ വേറൊരു എൻ്റർടൈൻമെൻറ്റ് മീഡിയ, അല്ലെങ്കിൽ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കാനുള്ള എന്തെങ്കിലും, അങ്ങനെ ഫോണിൽ തന്നെ അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ അതൊട്ടും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പം അതിനുവേണ്ടി ഏറ്റവും അഡ്വൈസബിൾ, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ നമുക്ക് പ്രത്യേക ഒരാളുടെ അടുത്ത് ഫോൺ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരാളുടെ അടുത്ത് സംസാരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ക്യൂവിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് സറൗണ്ടിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമുക്ക് സറൗണ്ടിങ്സ് കാണാം, നമുക്കതൊന്ന് ഒബ്സർവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ തന്നെ നമ്മളൊരു ജേർണി പോവാണ്, അങ്ങനെയെങ്കിൽ നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാം. നമുക്ക് നമ്മുടെ തോട്ട്സ്, അതായത് നമുക്ക് നമ്മൾ തന്നെ റിലാക്സ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് വരും. അതിന് പല പല ഉത്തരങ്ങളും, അതിന് പല രീതിക്ക് നമുക്ക് ആലോചിച്ച് പല സൊല്യൂഷൻസും നമുക്കത് ഈ പീസ്ഫുള്ളായിട്ടിരിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരാളുടെ കോൺവെർസേഷൻ ആണെങ്കിൽ നമുക്ക് അപ്പോൾ എത്ര തവണ നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്താലും നമ്മൾക്ക് ചിലപ്പോൾ ഇത് ഓർക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ഓർക്കുന്ന പല പല കാര്യങ്ങളുണ്ട്. നമ്മളൊരാളായിട്ടൊരു കോൺവെർസേഷനിൽ ഏർപ്പെടാമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആളെ ഹിയർ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അയാൾ പറയുന്നത് മുഴുവൻ കേട്ടിരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം. അതുപോലെ തന്നെ ഞാനൊന്ന് റിലാക്സ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് പലപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ഇതിന് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നു. അതിന് ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടി. അത് നമ്മൾ റിമെമ്പർ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കാര്യം. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ മനസ്സിന്ന് റിലാക്സ് ചെയ്തു. ഐ ജസ്റ്റ് എൻജോയ് ദ റെയിൻ ഔട്ട്സൈഡ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജനാലയിൽ നോക്കി, പുറത്തേക്ക് നോക്കി, ഞാനവരുടെ മരത്തുന്ന കിളികൾ, അവരുടെ ശബ്ദം, ഈ അണ്ണാൻ, അതിൻ്റെ ശബ്ദം, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മുടെ മനസ്സ് ശാന്തമാക്കി. അപ്പോൾ ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് എന്താ, ഇതിന് ജസ്റ്റ് ഒരു സൊല്യൂഷൻ മാത്രമാണ്. ഇതുപോലെ നിങ്ങൾക്കും പല പല സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യണം, ഈ ഫോൺ സ്ക്രോളിങ്ങിന് ഓൾട്ടർനേറ്റീവായിട്ട്. അപ്പോൾ ഇതിന് ബേസിക് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഫോൺ എടുക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളോട് ചോദിക്കണം, എന്തിനാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത്? എന്തിനാണ് നീ ഫോൺ എടുക്കുന്നത്? അപ്പോൾ ഫോൺ എടുക്കുന്നത് ബേസിക്കലി ഇപ്പോൾ അതിനൊരു പ്രോപ്പർ യൂസേജ്, അല്ലെങ്കിൽ പ്രോപ്പർ യൂട്ടിലിറ്റി ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു കോൾ വന്നു,
ഫോണെടുത്ത് യൂസ് ചെയ്യാം. നമുക്കല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് വന്നു, നമുക്കതിന് റിപ്ലൈ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം മാപ്പ് നോക്കണം, അല്ലെങ്കിൽ മാപ്പിൽ ഡയറക്ഷൻ നോക്കണം, തീർച്ചയായിട്ടും ഫോണെടുത്തേ പറ്റൂ. അതുപോലെ നമുക്കൊരു ബുക്ക് റെഫർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കാര്യം സെർച്ച് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ChatGPT യൂസ് ചെയ്യണം. ഇതിനൊക്കെ എന്ത് ചെയ്യണം? ഫോൺ അനിവാര്യമാണ്. അപ്പോൾ ഫോൺ ഈസ് എൻ എസെൻഷ്യൽ ഓൺ ദോസ് തിങ്സ്. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാൻ ഫോൺ മസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഫോൺ ഉപയോഗിച്ചേ പറ്റും. അല്ലാണ്ട് ഇതിപ്പോൾ പാർട്ട് എ ആണ്, ഇത് പാർട്ട് ബി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കാര്യം ഫോൺ എന്തിനെടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ചൊരു ഉത്തരമില്ല. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് മെസ്സേജ് വരുന്നുണ്ടോ, ന്യൂസ് വരുന്നുണ്ടോ, പുതിയ റീല് വരുന്നുണ്ടോ, എൻ്റെ സ്റ്റാറ്റസ് ആരെങ്കിലും ലൈക്ക് ചെയ്യുന്നുണ്ടോ, അതിന് കമൻറ്റ് വരുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തോട്ട്സിനെ നിങ്ങൾക്ക് ഇങ്ങനെ ചാനലൈസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഒരു കോൺവെർസേഷൻ, അതായത് ഒബ്സർവ് ദ സറൗണ്ടിങ്സ്, എൻജോയ് ദ റെയിൻ, എൻജോയ് ദ ട്രീസ്, എൻജോയ് ദ ബേർഡ്സ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. ഈ ജസ്റ്റ് ഫോൺ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അർത്ഥമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലായിട്ട് ചാനലൈസ് ചെയ്യാം. മനസ്സിലായി? അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഈ ഫോൺ, അതായത് നിങ്ങൾ തന്നെ നോക്കാതെ, അതായത് നിങ്ങളുടെ സ്ക്രീൻ ടൈം തന്നെ ഒരുപാട് നേരം നിങ്ങൾക്ക് ഡ്രാസ്റ്റിക്കലി നിങ്ങൾക്ക് റിഡ്യൂസ് ചെയ്യാൻ ഈ പോയിൻറ്റ്സോടുകൂടെ നിങ്ങൾ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ, ഈ ചെറിയൊരു വീഡിയോയിൽ ഇത്രേ ഇതേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കുറേ സജഷൻസ് ഉണ്ടാവും എൻ്റെ വീഡിയോ മേക്കിംഗ് ടോപ്പിക്സ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും വീഡിയോ ടോപ്പിക് സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ സ്ക്രോളിംഗ് എന്ന് എസ്കേപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട് പുതിയ ഐഡിയാസ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി. ഓക്കെ, താങ്ക് യു.